ഹലോ എവരി വൺ വെൽക്കം ബാക്ക്. ഈ ഒരു മിററേ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും, ഒരു മെർമെയ്ഡ് മിററാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ബേസ് ആയിട്ട് കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡോ എന്ത് വേണമെങ്കിലും എടുക്കാം. എൻ്റെ കയ്യിൽ ഇതുപോലെ ഒരു ഫോം ഷീറ്റ് ഉണ്ടായിരുന്നു, ഫോം ബോർഡ്. അപ്പോൾ ഞാൻ അത് എടുത്തിട്ടുണ്ട്. ആദ്യത്തെ പണി എന്നുള്ളത് ഇതിന് ആ ഒരു ഷേപ്പ് വരച്ചെടുക്കലാണ്. അപ്പോൾ ഞാനിവിടെ ഒരു വാൽക്കണ്ണാടി ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു ഷേപ്പാണ് വരക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ ആദ്യം ഗ്ലാസ് വെച്ചിട്ട് ആ ഒരു മിററിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചെടുത്തു. എന്നിട്ട് പിന്നെ അതിൻ്റെ ചുറ്റും ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. എവിടേക്കെയോ ചെറിയ പാളിച്ചകളൊക്കെ ഉണ്ട്, എന്നാലും ആ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനിയാണ് നമ്മുടെ അലങ്കോല പണികളെല്ലാം. കഴിഞ്ഞ ദിവസം നമ്മളൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോപ്പിങ്ങിന് പോയി അന്ന് വാങ്ങിച്ചായിരുന്നു ഇത്. ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് അന്ന് ഇത് ഞാൻ വാങ്ങിച്ചത്, ഈ ഒരു സ്റ്റോൺ കേട്ടോ. പിന്നെ നമ്മളൊരു 2 വീക്സ് മുൻപാണെന്ന് തോന്നുന്നു കാലിക്കറ്റ് ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് പെറുക്കി കൂട്ടിയതാണ് ഈ സംഭവങ്ങളൊക്കെ. അതിൽ നമ്മുടെ കല്ലുമ്മക്കായയുടെ ആ തോടുണ്ടല്ലോ, അതൊക്കെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെയാണ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മളത് മിറർ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മളത് ഇത് ഓരോന്നായിട്ടൊന്ന് ഒട്ടിക്കുകയാണ്. അപ്പം നമുക്ക് അതിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒട്ടിച്ചെടുക്കാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പിന്നെ കമൻറ്റ്, അത് ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തരാം. പിന്നെ കമൻറ്റ്, അത് ഞാൻ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് തരാം. ഒരു ദിവസം ഒരു മെർമെയ്ഡ് ആവാനുള്ള ചാൻസ് നിങ്ങൾക്ക് കിട്ടിയാൽ, അതായത് മത്സ്യകന്യക ആവാനുള്ള ചാൻസ് കിട്ടിയാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യും? അപ്പോൾ ഇതേ ബീച്ചിൽ നിന്ന് വർക്കിയ സംഭവങ്ങളൊക്കെ ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഈ കുഞ്ഞു കുഞ്ഞു ഗ്യാപ്പിലാണ് നമുക്ക് സ്റ്റോൺസ് ഒട്ടിക്കേണ്ടത്. അത് ഞാൻ വിചാരിച്ച അത്രക്ക് അങ്ങോട്ട് ഈസി ആയിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ വിചാരിച്ചിരുന്നത് സ്റ്റിക്കേഴ്സ് അല്ലേ, അതിന് ഗ്ലൂ ഉണ്ടാവില്ല ബാക്കിൽ. പക്ഷേ ചിലതിന് മാത്രമേ ഗ്ലൂ വരുന്നുള്ളായിരുന്നു. നമ്മൾ ഒട്ടിക്കുമ്പോഴേക്ക് ഗ്ലൂ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് കുഞ്ഞു കുഞ്ഞു സംഭവം ആയതുകൊണ്ട് അതിൻ്റെ ബാക്കിൽ ഗ്ലൂ ഗൺ ആക്കുക എന്ന് പറഞ്ഞാൽ കൈയും കൂടെ പൊള്ളി, 2 പ്രാവശ്യം എൻ്റെ കൈ പൊള്ളി. പിന്നെ ഞാൻ ആ ഗ്യാപ്പിൽ ഗ്ലൂ ആക്കിയിട്ട് അതിൽ ഇങ്ങനെ ഒട്ടിക്കുകയാണ് ചെയ്തത്. പിന്നെ എനിക്ക് വന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആ പിക്ചർ വരച്ചെടുത്തല്ലോ, അത് ഞാൻ മായ്ക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിലയിടത്ത് ആ പെൻസിലിൻ്റെ പാടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ നമ്മൾ ഏകദേശം ഭാഗങ്ങളൊക്കെ ഫില്ലാക്കിയിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഇനി വർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്.